ദുരിതപർവം താണ്ടി 9 ആണ്ട് നീണ്ട പോരാട്ടം നയിച്ച കെ ഹർഷനയ്ക്കൊടുവിൽ നീതി ലഭിച്ചു. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ തന്റെ വയറ്റിൽ കത്രിക വെച്ച് മറന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ തന്നെ ഓഫീസ് അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിച്ചു. സർക്കാരിൽ നിന്ന് നീതി ലഭിച്ചെന്നും അവഗണിച്ചവർക്കുള്ള മറുപടിയാണിതെന്നും കെ ഹർഷന പറഞ്ഞു. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വല്ലാത്തൊരു സമാധാനത്തിലാണ്, അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഈ ഒരു മുഖ്യമന്ത്രി വി ഡി സതീശൻ, ഈ ഒരു സർക്കാരും ജനങ്ങളോടൊപ്പം ഉള്ള സർക്കാരാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. നമ്മൾ പല തെരുവിൽ കിടന്നപ്പം പോലും നമ്മൾ അവഗണിച്ച് വിട്ടിട്ട് രാഷ്ട്രീയ പ്രേരിത സമരം എന്നൊക്കെ ഇത്രയും വേദന തിന്ന ഒരു മനുഷ്യനെ അവഗണിച്ച് കളിയാക്കി വിട്ടവർക്കുള്ള ഒരു ഏറ്റവും വലിയ മറുപടി കൂടിയാണ് ഈ നിമിഷം ഇപ്പോൾ പുലർന്നിരിക്കുന്നത് എന്നുള്ളത്. 9 ആണ്ട് മുൻപ് താൻ പ്രസവിച്ച ഫാരി എന്ന മകനും മറ്റു മക്കൾക്കും ഭർത്താവിനുമൊപ്പം സമരസമിതി പ്രവർത്തകരുടെ കൂടെ ഇന്ന് കെ ഹർഷന വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പടികയറി. 2017 നവംബറിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ തന്റെ വയറ്റിൽ കത്രിക മറന്നുവെച്ച അതേ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ ഓഫീസ് അസിസ്റ്റന്റായി സർക്കാർ ജീവനക്കാരിയായി സ്ഥിര നിയമനം ലഭിച്ചതിന്റെ അഭിമാനത്തോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KG സജിത് കുമാറിൽ നിന്നും നിയമന ഉത്തരവ് കൈപ്പറ്റി മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെത്തി ഹർഷന ഒപ്പിട്ടു. ഇനി ഹർഷന സർക്കാരിന്റെ സ്ഥിരം ജീവനക്കാരിയാണ്. നീതി ലഭിച്ചെന്ന് ജോലിയിൽ പ്രവേശിക്കും മുൻപ് ഹർഷനയുടെ പ്രതികരണം: മുഖ്യമന്ത്രി പേഴ്സണലായിട്ട് ഏറ്റെടുത്തു. ഞാൻ ഏറ്റെടുത്തതാണ്. അത് സർക്കാരിൻ്റെ ഒന്നും വേണ്ട, ഞാൻ ഏറ്റെടുത്തതാണ്. കോമ്പൻസേഷൻ 1 രൂപ പോലും അത് നിങ്ങൾ ചികിത്സക്ക് ചെലവാക്കേണ്ടതില്ല. 50 വർഷക്കാലം ഒരു പക്ഷേ മരണം മുന്നിൽ കണ്ട് ഇനി ജീവിതം ഉണ്ടോ എന്ന് പോലും ചിന്തിച്ച ഒരു ആ ഒരു സന്ദർഭത്തിൽ നിന്ന് അൽഹംദുലില്ലാ ബാക്കോട് നോക്കുമ്പോൾ ഞാൻ എങ്ങനെ അതിനൊക്കെ തരണം ചെയ്തെന്ന് എനിക്കറിയില്ല. പഠിച്ചവൻ്റെ കാരണം ഒന്നുകൊണ്ട് മാത്രം അത്രയും നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതിൽ മനുഷ്യർ ജനങ്ങൾ കൂടെ നിൽക്കുന്നു. പിന്നെ ആരോഗ്യമന്ത്രി മുരളേട്ടൻ, അതായത് മുരളി സാറ്, നമ്മൾ അത്രയും നമുക്ക് അവഗണന, ആരോഗ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിലുള്ള ഒരു പിക്ചർ ഉണ്ടല്ലോ, ഇത്രയും കാലം കൊണ്ട് നമ്മളെ കൂടെ നിന്ന് കൂടെ ഉണ്ട് എന്ന് കുറേ കാലമല്ലോ പറയുന്നത്, നിങ്ങളോടൊക്കെ പറയുന്നത്. അപ്പോൾ കൂടെ ഉണ്ട് എന്ന് പറയാതെ കൂടെ നിന്ന് ആരോഗ്യമന്ത്രി, അതായത് നമ്മളെ കൂടെ അത്രയും അത്രയും സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ നിന്നതും. ഒരു ജോലി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലുമില്ല. അപ്പോഴാണ് ജോലി ഓർഡർ കയ്യിൽ അപ്പം അടിച്ചു തന്നതാണ്. മനുഷ്യപ്പറ്റുള്ള സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മനുഷ്യപ്പറ്റുള്ള തീരുമാനം വന്നെന്ന് സമരസമിതി ജനറൽ കൺവീനർ മുസ്തഫ പാലാഴി. 100 ദിവസത്തിലധികം മെഡിക്കൽ കോളേജിന് മുമ്പിൽ തന്നെയാണ് ഹർഷന സമരം ചെയ്തത്. കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ, അതേപോലെ സെക്രട്ടറി മുമ്പിലൊക്കെ കൃത്യമായി സമരം നടത്തി. ആ സമരത്തിൽ നമ്മൾ ഉന്നയിച്ച് വളരെ സത്യസന്ധവും ന്യായവുമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഹർഷന സമരരംഗത്തേക്ക് ഇറങ്ങിയത്. ബഹുമാന്യനായ ഇതിന്റെ ചെയർമാൻ ദിനേശ് പെരുമണ്ണ, അദ്ദേഹത്തിന്റെ മാതാവിന്റെ വിയോഗം കൊണ്ടാണ് ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ സമരമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഹർഷനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പച്ചക്കളവ് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാർ മുന്നോട്ട് പോയത്. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്തെങ്കിലുമൊക്കെ സഹായം നമുക്ക് ലഭിക്കും. വി ഡി സതീശൻ സാറ്, PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, മുരളീധരൻ തുടങ്ങിയ UDF-ൻ്റെയും രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളുടെയൊക്കെ നല്ല സർവ്വ പിന്തുണ വിഷയത്തിലുണ്ടായിട്ടുണ്ട്. ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്ദിയുണ്ട്. അതേപോലെ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകരോട് ഞങ്ങൾക്ക് അഗൈതവമായ കടപ്പാടുണ്ട്. നിങ്ങളുടെ ഒരു പിന്തുണ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ സമരം ഇത്രത്തോളം വിജയിക്കുമായിരുന്നില്ല. ഏതായാലും നിങ്ങളെല്ലാവരും അഭിനന്ദിക്കുകയാണ്. ശാരീരികവും മാനസികവുമായ അവശതകൾ മറന്ന് ഭരണകൂടത്തിന്റെ അനീതിക്കെതിരെ പോരാടിയ പെണ്ണിന് കാലം നൽകിയ കാവ്യനീതിയായി ഹർഷിനയുടെ പേരും ഇനി അടയാളപ്പെടുത്തപ്പെടും. ഒരു സർക്കാരിന്റെ കാലത്ത് സംഭവിച്ച പിഴവിന് മറ്റൊരു സർക്കാർ പരിഹാരം നൽകിയ മനോഹരമായ കാഴ്ച. ആ പോരാട്ടത്തിൽ ഭർത്താവ് അഷ്റഫും കുടുംബവും ദിനേശ് പെരുമണ്ണ ചെയർമാനായ സമരസമിതിയും ഉറച്ച കരുത്തായി ഒപ്പം നിന്നു. നീതിയും സത്യവും ഹർഷിനയുടെ പോരാട്ടത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി അതിന്റെ നാൾവഴികളിൽ കേരള വിഷൻ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളും ജനശബ്ദമായി കൂടെ നിന്നു. ഒടുവിൽ 9 വർഷങ്ങൾക്കിപ്പുറം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പടികയറുമ്പോൾ ലഭിച്ച പൂച്ചെണ്ടുകൾ മകൻ ഫാരിയുടെ കൈകളിലേക്ക് സമ്മാനിക്കുമ്പോൾ ഹർഷിനയുടെ മുഖത്ത് മാതൃത്വത്തിന്റെ പോരാട്ടം വിജയിച്ച പുഞ്ചിരിയും വിടർന്നു. കാലം എത്ര കഴിഞ്ഞാലും സത്യം വിജയിക്കുമെന്ന വാക്യം യാഥാർത്ഥ്യമായ നിമിഷം. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.